ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലാസ്റ്റ് വീഡിയോയിലൊരു ഫോഴ്സ് ഫീഡ്ബാക്ക് യൂസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ചെയ്തിരുന്നു. അത് ഈ ഒരു ബോർഡ് വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അതിൻ്റെ പുതിയ ടൈമിംഗ് ഡിസ്ക് വന്നിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ പഴയ ടൈമിംഗ് ഡിസ്ക്. ഇതൊരു ഇടയ്ക്കിങ്ങനെ ബ്രേക്ക് ആയതുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പുതിയൊരു ടൈമിംഗ് ഡിസ്ക് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും കനോണിൻ്റെ ആണ്, ഇത് SP ആണ്. അപ്പോൾ അതിൽ സ്യൂട്ടബിളാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് പകരമായിട്ട് നമുക്ക് മറ്റൊരു മോട്ടറും ടൈമിംഗ് ഡിസ്കോടെ ഒരുമിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് എന്താണ് ഫോഴ്സ് ഫീഡ്ബാക്ക് എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഫോഴ്സ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നതെന്നും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 300 രൂപ മാത്രം താഴെ ചിലവ് വരുന്നൊരു മോട്ടർ വിത്തൊരു സെൻസറും അതിൻ്റെ ടൈമിംഗ് ഡിസ്കും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് ഡിസ്കൊക്കെ കാണാൻ സാധിക്കും. ഇതിൻ്റെ LED യൂണിറ്റൊക്കെയാണ്. അപ്പോൾ ഈ മോട്ടറിനെ ഡ്രൈവ് ചെയ്യുന്നത് നോർമലായിട്ട് എല്ലാ അർഡീനോകളും യൂസ് ചെയ്യുന്ന L298 എന്ന് പറയുന്നൊരു ബോർഡാണ്. ഇത് മിക്കവാറുള്ള ഇലക്ട്രോണിക്സ് കടകളെല്ലാം തന്നെ കിട്ടും. പിന്നെ ഇതാണ് നമ്മുടെ ബോർഡ്, അർഡ്യൂനോ ലീനാഡോ എന്ന് പറഞ്ഞ ബോർഡ്. അപ്പോൾ ഇതിന് നമുക്ക് 12 വോൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ 2 മോട്ടർ ഇൻപുട്ടുകളുണ്ടാവും, Aയും Bയും. അത് നമ്മുടെ അർഡ്യൂനോയിലും അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള പിന്നിൽ നമ്മൾ കണക്ട് ചെയ്യും. പിന്നെ ഇത് സെൻസറിൻ്റെയാണ്. അതായത് ഇതിൽ ടോട്ടൽ 2 സെൻസർ ഉണ്ടാവും, AB എന്ന് പറഞ്ഞിട്ട്. അതായത് ഡയറക്ഷൻ സെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയുന്നതെന്ന് സെൻസ് ചെയ്യുന്നതിന് വേണ്ടി 2 സെൻസർ നമുക്ക് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ്. ആ 5 വോൾട്ട് നമ്മൾ ഈ ലീനാഡോ ബോർഡിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നത്. അതിനുള്ള ഇവിടെ ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് മോട്ടോർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇതിൽ നിന്ന് നമുക്ക് 5 വോൾട്ട് എടുക്കാം. പക്ഷേ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ ബോർഡിനൊരു ഈ ബോർഡ് ചിലപ്പോൾ ഒന്ന് നശിച്ചു പോയേക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും 5 വോൾട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിൽ കൊടുത്ത് പിന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നേക്കും. അപ്പോൾ ഈ ബോർഡിൽ നിന്ന് തന്നെ നമ്മൾ ഈ 5 വോൾട്ടും ഈ സെൻസറിന് ആവശ്യമായിട്ടുള്ള വോൾട്ടേജസ് എല്ലാം തന്നെ എടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള 2 സോഫ്റ്റ്വെയർ ഉണ്ട്, വീൽ കോൺഫിഗും അതുപോലെ തന്നെ വീൽ ചെക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഇത് അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് അതിന് വേണ്ട സെറ്റിങ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. വീൽ ചെക്ക് ജസ്റ്റ് നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ ഫോഴ്സ് ഫീഡ്ബാക്ക് ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ നോർമലായിട്ട് വരുന്ന ഫോണിൽ കണക്ട് ചെയ്യുന്ന മൈക്രോ USB കേബിൾ തന്നെയാണ്. അത് എൻ്റെ അർഡീനോ ബോർഡോടെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ സെൻസർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ വീൽ കോൺഫിഗ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ കണക്റ്റഡ് കാണിക്കും, പക്ഷേ ഇവിടെ ഫിം വേർഷനും അതുപോലെ തന്നെ ജസ്റ്റ് ഇവിടെ റെഡി എന്നൊന്നും പറഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ലീനാഡോ ബോർഡിൽ 6th പിന്നുണ്ട്. അതാണ് Z എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ടോഗിൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗ്രൗണ്ടിലാണ് നിലവിൽ കറക്റ്റ് വയ്ക്കുന്നത്. അതൊന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ മോട്ടർ ഒന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ 0 മാറി 16 ആവുന്ന കാണാൻ പറ്റും. അതിന് ശേഷം നമ്മളിത് തിരിച്ച് വീണ്ടും ഗ്രൗണ്ടിൽ തന്നെ കണക്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മുടെ മോട്ടോർ തിരിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇത് തിരിയുന്നതൊക്കെ കാണാൻ സാധിക്കും. അതിൻ്റെ ഏത് പൊസിഷനിലേക്കാണെന്നുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ തിരിയുന്നതനുസരിച്ച് സ്ക്രീനിൽ നിങ്ങൾക്ക് തിരിയുന്ന കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ രീതിയിൽ പക്ഷേ ഇതിൽ നിലവിലിപ്പോൾ ഫോഴ്സ് ഫീഡ്ബാക്ക് വന്നിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഈ 12 വോൾട്ടൊന്ന് ഞാനൊന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഫോഴ്സ് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോട്ടറൊന്ന് തിരിച്ച് നോക്കുമ്പോൾ ഒരു ബലം അനുഭവപ്പെടും. അത് കറങ്ങിയിട്ട് തിരിഞ്ഞു വരും. ഈ ഡയറക്ഷനിലേക്ക് തിരിച്ചാലും അതേ അവസ്ഥ തന്നെയാണ്. അത് എക്സാക്റ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇടത്തോട്ട് തിരിക്കണം. അപ്പോൾ കണ്ടോണം, അത് ഓട്ടോമാറ്റിക്കലി അത് തിരിഞ്ഞു വരും. കണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എൻകോഡറിന്റെ PPR റേറ്റ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് ഇവിടെ കമാൻഡ് മൗണ്ടും ഫ്രീക്വൻസി ഒക്കെ ചേഞ്ച് ചെയ്യാം. ഇത് ആക്ച്വലി 334
ആക്ച്വലി 334 PPR ആണ് ഈ ഒരു എൻകോഡറിൽ വരുന്നത്. വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ആക്യുറസി കുറയും. പക്ഷേ ഒരു ഏകദേശം ഇത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് ഇത് സെറ്റ് ചെയ്ത് കൊടുത്തോളൂ. പിന്നെ അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എക്സ് ആക്സിസിലാണ് നമ്മുടെ ഈ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, RX ആക്സിസ്, ഈ മൂന്നിൽ നമ്മൾ ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് എന്നീ രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. ഇത്രയും ഇതൊക്കെ നമ്മൾ ഗിയറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ എൻകോഡർ അനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ അടിക്കുക. അപ്പോൾ ഇത് നമുക്ക് ആക്ഷൻ. പിന്നെ ഇവിടെ സ്പ്രിങ് ഉണ്ട്. സ്പ്രിങ് കൂട്ടിയിട്ടാൽ നമ്മുടെ ഫോഴ്സ് ഫീഡ്ബാക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിയിടുവാണ്. അപ്പോൾ നമ്മളിത് തിരിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ തിരിച്ചു വെച്ചു ഉണ്ടോ, അതിങ്ങനെ തിരിഞ്ഞു വരും. ഇത് കൂടുതലായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ വീൽ ചെക്ക് സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് വീൽ ചെക്ക്. ഇവിടെ അർഡ്യൂനോ ലിയനാർഡോ. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു പൊസിഷനൊക്കെ കാണുന്നില്ല. ഞാൻ തിരിക്കുന്ന അനുസരിച്ച് എൻ്റെ പൊസിഷൻ ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സ്പ്രിങ്, സിമ്പിൾ സ്പ്രിങ്, അതിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ആ സ്റ്റിയറിംഗ് ആയിട്ട് കൂടി ചേർന്ന് വരാത്തതുകൊണ്ടാണ്, മോട്ടർ മാത്രം ഉള്ളതുകൊണ്ട് അതിന് കറക്റ്റായിട്ട് കിട്ടില്ല. തിരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ കറങ്ങും. അതിനർത്ഥം എന്തെന്ന് വെച്ചാൽ അത് പഴയ പൊസിഷനിലേക്ക് വരുന്നതാണ്. അതായത് നമ്മുടെ എൻകോഡറിൽ നിന്ന് പഴയ പൊസിഷനിലേക്ക് വരുന്നതാണത്. ഇവിടെ സിമ്പിൾ സ്പ്രിംഗ് ഉണ്ട്. ഫോഴ്സ് സ്പ്രിംഗ് ഇട്ടാൽ വേണ്ട, ആ ഒരു സ്പ്രിംഗ് ആക്ഷനാണ്. അത് വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞൊരു സ്പ്രിംഗ് ആക്ഷനാണത്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് സൈക്കിൾ ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒന്ന് വീൽ സൈക്കിളിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്ത് വിടാവുന്നതാണ്. വീണ്ടും അത് വീല് പഴയ പൊസിഷനിൽ വന്നു. നമ്മൾ തിരിക്കുന്നതനുസരിച്ച് അത് തിരിഞ്ഞു വരും. തിരിക്കുന്നതനുസരിച്ച് കണ്ടോ അത് പഴയ പൊസിഷനിലേക്ക് തിരിഞ്ഞു വരും. ഇനി നമുക്ക് നമ്മുടെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് ഇത് വർക്ക് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് തിരിക്കുമ്പോൾ സ്റ്റിയറിങ് തിരിയുന്നത് കണ്ടോണം. ഇത് വരാൻ കാരണം നമ്മളിത് ബാക്കി ഗിയറുമായിട്ട് മോട്ടർ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ സെൻസർ, അതായത് അതിൻ്റെ ടൈമിംഗ് ഡിസ്ക് കറക്റ്റ് പൊസിഷനിൽ വരാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. നമുക്കത് ആ PPR റേറ്റൊക്കെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് തിരുത്താവുന്നതേ ഉള്ളൂ, ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഇത് കറക്റ്റ് അല്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. പക്ഷെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ തിരിയുന്നതൊന്നും വരില്ല. നമുക്ക് ആ PPR റേറ്റ് ഒന്ന് കൂട്ടിയിട്ട് നോക്കിയാൽ മതി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കാമെന്നുള്ളതാണ്. അത് തിരിച്ചാ പഴയ പൊസിഷനിൽ വരും. അത് തിരിച്ചു കഴിഞ്ഞാൽ പഴയ പൊസിഷൻ. പിന്നെ അത്ര പിടുത്തം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നോളൂ. കണ്ട എങ്ങനെയാണ് ഈ ഫോഴ്സ് ഫീഡ്ബാക്ക്. ഞാനിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിരിച്ച് നോക്കാം. ഇത് ചെയ്യുമ്പോൾ നല്ല ഒരു ഫോഴ്സ് ഈ മോട്ടറിൽ തന്നെ വരുന്നുണ്ട്. ഈ മോട്ടർ അത്ര നല്ലതെന്ന് മോട്ടറെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് സാധാരണ രീതിയിലേക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നും പറ്റില്ല. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് സ്റ്റിയറിംഗ് കൊടുത്ത ഒരു പക്ഷേ ഇത് ചൂടാവുന്നുണ്ട് ശരിക്കും. കുറച്ച് അത്രയും നല്ലതായിരിക്കില്ല. പക്ഷേ ഈ ടൈമിംഗ് ഡിസ്ക്കും ഈ മോട്ടറും വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇതിങ്ങനെ തിരിയുമ്പോൾ ഇത് കണ്ടോ, സ്റ്റിയറിംഗ് തിരിയുന്നതനുസരിച്ച് നമുക്ക് ഈ മോട്ടർ ഇതിങ്ങനെ തിരിയുന്നതനുസരിച്ച് ഇതിങ്ങനെ തിരിയുന്നത് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ലേഔട്ടും കാര്യങ്ങളൊക്കെ ആയതേ ഉള്ളൂ. ഒരു സ്വിച്ചൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പഴയ കാറിൻ്റെ ഗിയറിൻ്റെ നോബ് മാറിയതാണ്. അപ്പോൾ ഇതിങ്ങനെ ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, ലാസ്റ്റിങ് ആയിട്ടത് റിവേഴ്സ്, ആ രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല, കഴിയുന്നതേ ഉള്ളൂ. അതനുസരിച്ച് അടുത്ത വീഡിയോയിലേക്ക് അത് വരിക. അപ്പോൾ ഈ ഫോഴ്സ് ഫീഡ്ബാക്ക് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഫോഴ്സ് ഫീഡ്ബാക്ക് എന്താണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക്
അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബി സേഫ്.